നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിൽ വ്യാപക നാശനഷ്ടം. 3 വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി ഫലവൃക്ഷങ്ങൾ ഒടിഞ്ഞു വീണു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് BMSന്റെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബദർ യുദ്ധത്തിന്റെ സ്മരണ പുതുക്കി മുസ്ലിം വിശ്വാസികൾ ബദർ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിൽ വ്യാപക നാശനഷ്ടം. 3 വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി ഫലവൃക്ഷങ്ങൾ ഒടിഞ്ഞു വീണു. കൊറ്റംകുളം കിഴക്ക് CPM ലോക്കൽ സെക്രട്ടറി NK രാമദാസിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് ഭാഗികമായി തകർന്നു. നിരവധി ഫലവൃക്ഷങ്ങളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കാറ്റ് ആഞ്ഞു വീശിയത്. വീട്ടുപറമ്പിൽ 4 തെങ്ങുകളും 10ഓളം അടയ്ക്കാമരങ്ങളും ജാതിമരങ്ങൾ, പുന്നമരം, വാഴ എന്നിവ നശിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഏറാട്ട് ദാമോദരന്റെ ഐനിമരം കടപുഴകി വീണിട്ടുണ്ട്. കൊല്ലാറ പ്രിയന്റെ വീടിന് മുകളിൽ പ്ലാവ് ഒടിഞ്ഞു വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. എരുമത്തുരുത്തി മനോജിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിന് മുകളിൽ മരം വീണ് അലുമിനിയം ഷീറ്റിന് കേടുപാടുകൾ സംഭവിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് ഭാഗത്ത് മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. വില്ലേജ്, പഞ്ചായത്ത് അധികൃതർ സംഭവസ്ഥലങ്ങൾ സന്ദർശിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് BMSന്റെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, തൊഴിൽ വേതനം 350 രൂപയാക്കി ഉയർത്തുക, യൂണിഫോം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. NREG BMS യൂണിയൻ ജില്ലാ പ്രസിഡന്റ് NK ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ജീവിക്കാൻ ആവശ്യമായ വേതനം സർക്കാരുകളുടെ വികലമായ നയം മൂലം കിട്ടുന്നില്ല എന്നും അതിൽ അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ വേതനം തങ്ങളുടെ തൊഴിലിലൂടെ ലഭിക്കണം എന്നുള്ള മിനിമം ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തൊഴിലാളികളെ ഇത്തരത്തിലൊരു പ്രക്ഷോഭണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇന്ന് ജോലിക്ക് ആളെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 700-800 രൂപ ഒരു പുരുഷ തൊഴിലാളിക്ക് കൊടുക്കണം. സ്ത്രീ തൊഴിലാളിക്കാണെങ്കിൽ 400 മുതൽ 600 രൂപ വരെ കൊടുത്താൽ മാത്രമേ ദിവസം വീടുകളിൽ ഉൾപ്പെടെ വയലുകളിൽ ഉൾപ്പെടെ പണി ചെയ്യാൻ തൊഴിലാളികളെ ഇന്ന് കിട്ടുകയുള്ളൂ. ആ സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വളരെ നാമമാത്രമായ രീതിയിൽ ഇപ്പോൾ അത് എത്തിച്ചേർന്നിരിക്കുന്നത് വെറും 180 രൂപയിലാണ്. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അമൃത ഗണേശൻ അധ്യക്ഷയായി. KG ശശിധരൻ, KB ജയശങ്കർ, നിർമ്മല രഘുനാഥൻ, രമ രാധാകൃഷ്ണൻ, ലൈസ പ്രതാപൻ, ഹസിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. തകർന്ന കുളമായ 3 പീടിക ബീച്ച് റോഡ് ഓട്ടോ തൊഴിലാളികൾ നന്നാക്കി. സെന്ററിലെ 30ഓളം ഓട്ടോ തൊഴിലാളികളാണ് റോഡ് നന്നാക്കാൻ രംഗത്തെത്തിയത്. കുഴികളിൽ ക്വാറി വേസ്റ്റുകൾ അടിച്ച് വെള്ളിയാഴ്ച രാവിലെ മുതൽ നന്നാക്കൽ ആരംഭിച്ചു. ഇതിനായി 3 ലോഡ് ക്വാറി വേസ്റ്റുകൾ അടിച്ചു. രമേഷ് KC, കണ്ണൻ, ലാൽ എന്നിവർ നേതൃത്വം നൽകി. അതേസമയം അനവസരത്തിലെ നന്നാക്കൽ മൂലം റോഡ് കുളമായെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൽക്കത്തയിലെ റിസർച്ച് സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചിലേക്ക് ഉപരിപഠനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 വിജയിച്ച നിവേദിതയെ അനുമോദിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന യോഗം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരിയെ, നിങ്ങളുടെ സ്വന്തം സഹപാഠിയെ ഇന്ന് അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ പദ്ധതികളും വിപ്ലവകരമായ അതല്ലെങ്കിൽ പുരോഗമനാത്മകമായ മാറ്റങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ചിന്താധാരകളെ തന്നെ ലോക നിലവാരത്തിലേക്ക് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. PTA പ്രസിഡന്റ് BK ജനാർദ്ദനൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, പ്രിൻസിപ്പാൾ K സാജൻ, NK മോഹനൻ, KB ഹംസ എന്നിവർ സംസാരിച്ചു.
വലപ്പാട് ചന്തപ്പടിയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. ചന്തപ്പടി പടിഞ്ഞാറ് അമ്പലത്ത് വീട്ടിൽ പരേതനായ അബ്ദുസലാമിന്റെ ഭാര്യ നഫീസയുടെ ഓടിട്ട വീടാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഭാഗികമായി തകർന്നത്. സമീപത്തെ പറമ്പിലെ തെങ്ങാണ് കടപുഴകി വീണത്. ആർക്കും പരിക്കില്ല. ഇനിയൊരു ഇടവേള.